എവിടുന്നായിരുന്നു? ഞാൻ കുട്ടീനെ ഇനി മുതൽ അംഗനവാടിയെ ചേർത്താന്ന് വിചാരിച്ചു. ടീച്ചറെ ഒന്ന് കാണാൻ വേണ്ടി പോയത്. എന്താ വിശേഷം? സുഖല്ലേ? എന്നാ ഇങ്ങോട്ട് എത്തി? ഒരാഴ്ചയായി വന്നിട്ട്. എന്താ സുഖല്ലേ? അല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് നിങ്ങൾ സന്യസിക്കാൻ പോവാണെന്ന്. സന്യസിക്കാൻ പോവേ? എന്താ അങ്ങനെ പറഞ്ഞു? കല്യാണമൊന്നും കഴിക്കണില്ലാന്ന്. കല്യാണം ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോയി. അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു കല്യാണം ഒന്നും കഴിക്കാൻ പറഞ്ഞാൽ നമ്മളെ മനസ്സും റെഡി ആവണ്ടേ? ഹസ്ബൻഡിൻ്റെ വിശേഷം എന്താ? എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പോന്നു. അതിൻ്റെ അങ്ങനെ എത്രയെന്ന് വെച്ചിട്ടോ അങ്ങനെ സഹിച്ച് ജീവിക്കുക. എനിക്ക് വയ്യ അവിടെ നിൽക്കാൻ. കുട്ടീനെ എടുത്ത് ഞാൻ അങ്ങോട്ട് പോന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം നിങ്ങളല്ലോ. അപ്പോൾ ആരൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്ക് നല്ല ജോലിയുള്ളതൊക്കെ അല്ലേ. പിന്നെ ബന്ധങ്ങളൊക്കെ എന്താ പ്രശ്നം? ഇവിടുന്ന് ആരോ പറഞ്ഞു കൊടുത്തല്ലോ, എന്ത്? നിങ്ങൾ എന്നെ പണ്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു, കല്യാണം കഴിക്കാൻ കുറേ നടന്നതാണ്, വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ടാണ്, നമ്മൾ ഒളിച്ചോടി പോകാൻ എന്താണ് എന്നൊക്കെ. അപ്പോൾ നാട്ടുകാർ പറയുന്നത് നോക്കിയിട്ട് കാര്യമുണ്ടോ? നമ്മളതിന് അങ്ങനെ ഒരു ഇതായിരുന്നില്ലല്ലോ. അങ്ങനെ സ്നേഹിച്ചിരുന്നുള്ള സത്യം. അതിൻ്റെ പേരിൽ ഞാനവിടെ വീട്ടിൽ വന്ന് അന്വേഷിച്ചല്ലേ, അവർക്ക് താല്പര്യമില്ല. ഒത്തിരി കറുത്തു പോയിന്നും പിന്നെ 4 സെൻറ്റുള്ള വീട് സ്ഥലം അതൊക്കെ ഒരു കുറവായി കണ്ടത് പിന്നെ കുറ്റമല്ലല്ലോ. ഞാനെന്താ പറയുക, ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ ഇവിടെ ബാങ്കിൽ അന്ന് പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അത് എഴുതിയിട്ട് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ വല്ല ടെക്സ്റ്റൈൽസിലും പോകണം. ടെക്സ്റ്റൈൽസിലൊന്നും പോകണ്ട, ഞാൻ പറയുന്നത് ഈ ജോലിയിൽ നോക്ക്, അതായിരിക്കും നന്നാവുക. നിങ്ങൾ എൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളും കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു കുത്തലുണ്ട്. എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളെ തീരുമാനം ഒന്ന് മാറ്റി. നിങ്ങളമ്മക്കും ആരും ഒന്നുമില്ലല്ലോ, വയസ്സാം കാലത്ത് മകൻ ഒറ്റക്കായി പോയി എന്നുള്ളൊരു വിഷമം. ഉമ്മാക്ക് ഞാനില്ലേ? പിന്നെന്താ പ്രശ്നം? ഞാൻ പോട്ടെ, നിങ്ങളെന്തായാലും തീരുമാനം മാറ്റാൻ ശ്രമിക്കും. എനിക്ക് അതേ പറയാനുള്ളൂ. പണ്ടത്തൊക്കെ പിന്നെ മനസ്സിലോർത്തിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കണ്ട. അതൊന്നും സാരമില്ല. പിന്നെ ആളെടുത്ത് തന്നെ പോകണം, തിരിച്ചു പോകണം. എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ പറഞ്ഞു തീർത്തിട്ടെ കേട്ടോ. ഞാനിനി പോകണില്ലെന്നോ? അങ്ങനെ ഒരു പെട്ടെന്ന് തീരുമാനം എടുക്കരുത്, കാരണം ഒരു കുട്ടിയുള്ളതല്ലേ. ശരിയാവില്ല, ഞാൻ ഇനി പോകണില്ല. ചില പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ്, അതൊന്നും കാര്യമാക്കണ്ട. ഒന്നും കൂടെ പോയി നിന്ന് നോക്ക്, ചിലപ്പോൾ ആളെ മനസ്സ് മാറിയല്ലോ. അത് ഞാൻ പോയി പറയണം ആളോട് സംഭവം? ഞാൻ പോവാം. വേണ്ട, നിങ്ങളെ കണ്ട അയാൾ എങ്ങനെ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. അയാൾക്കറിയാം എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത്, ഞാനിപ്പോഴും മറന്നിട്ടില്ല. ഞാൻ പോവാം. അല്ല അല്ല, അത് 2 ദിവസം കഴിഞ്ഞിട്ട് പോരെ? അപ്പൊ നല്ല സമയമുണ്ടല്ലോ, ഇഷ്ടം പോലെ നേരമില്ലേ? പിന്നെന്താ? പെങ്ങള അവിടെ നിന്ന് കുറുകണ്, ആങ്ങളെ ഇവിടെ നിന്ന് കുറുകണ്. എന്താ പറഞ്ഞിങ്ങള്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. പിന്നെ ഞാൻ കേട്ടതോ? ഞാനിപ്പോ ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? എന്താ? അന്റെ ആ പെങ്ങളുണ്ടല്ലോ, ഓളാ പഴയ കാമുകന് പണ്ട് കച്ചറയൊക്കെ ഉണ്ടായേ, ഓനേറ്റുണ്ട്. ഓള അവിടെ നിന്ന് അങ്ങനെ കുറുകണ്. ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു നോക്കിയപ്പോ ഈ മൂലകൾ ഇച്ചുകൊണ്ട് കുറുകണ്. അത് പറഞ്ഞ, അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. ഞാനെന്താ പ്രാവാ? അത് ഇജ്ജാലോചിച്ചാ മതി. സുറുമി എന്തേ? ഓളെവിടെ? സുറുമിയെ ഓളാരേനായിട്ടിരുന്നു ഇപ്പൊ എത്ര നേരം അവിടെ പുറത്തുനിന്ന് സംസാരിച്ചിരുന്നത്? എന്തൊക്കെ ഈ ആരായിട്ട് ഇപ്പൊ എത്ര നേരം പുറത്തുനിന്ന് സംസാരിച്ചിരുന്നു? സാറിനായിട്ടല്ലേ സംസാരിച്ചിരുന്നത്? കേട്ടില്ലേ?
എന്താ എനിക്ക് എന്താന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയണ്ട്. എന്താണ് അതിന് എന്തത്ര മാത്രം ഇവിടെ ഉണ്ടായത്? ഇവിടെ പഴയ കാമുകല്ലേ നിസാറ്, ഓനായിട്ട് ഇപ്പൊ പുറത്ത് അവിടെ നിന്ന് സംസാരിക്കുക. അതിനാണ് ഇപ്പൊ ഞാൻ ഭർത്താവിനായിട്ട് തെറ്റിയിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത്. നിസാർഖാനെ കണ്ട കാര്യമൊക്കെ ഞാൻ അപ്പാട് പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ എന്താ രണ്ടാമത് നടത്തണ? അത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ? നിങ്ങൾ ഇപ്പൊ ഈ വന്ന് ഒച്ച ഉണ്ടാക്കണെന്ന് നാട്ടുകാർ പറയണത്. പറയട്ടെ, ഈ അവിടെ ചെയ്തതിനെക്കാട്ടും വലുതൊന്നല്ലല്ലോ ഇവിടെ ഞാൻ പറയണത്. ഇക്കതിന് എന്ത് ചെയ്തു? പബ്ലിക്കായിട്ട് അവിടെ വന്നിട്ട് ഓനായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താവും? അവന്റെ പഴയ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് തൈ. ഞാനൊന്ന് കണ്ടപ്പോ വിശേഷങ്ങൾ പിന്നെ ചോദിക്കൂലേ? വിശേഷങ്ങൾ ചോദിക്കലായിരുന്നല്ലോ പണ്ട് പണി അല്ലേ? അന്ന് വേണ്ട വെച്ചിട്ടല്ലേ പുതിയ കല്യാണം ഉണ്ടാക്കിയത്? അവിടെ നമുക്ക് എന്ത് കുറവായിരുന്നു? ആർക്ക് വേണ്ടാന്ന് വെച്ചിട്ട്? ആർക്കാ നല്ലത് നിസാറ്? ആർക്കാണ് അവനെ വേണ്ടത്? എന്നിട്ട് ഉണ്ടാക്കി തന്ന ആളിപ്പോ നല്ലതായിരുന്നില്ലല്ലേ? അണക്കാന്റെ വായലാവോണ്ട് പിടിച്ചു നിൽക്കുകയാണ് ജി. ഇത് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത്, അതാണ് ഇതിന്റെ കുഴപ്പം. ഇപ്പൊ ആർക്കും ഒന്നിനും കൂട്ടിക്കണമെന്നില്ല. ഇവിടെ പുറത്തിറങ്ങി നടക്കുമ്പോ മാനക്കെടാണ്. പബ്ലിക് ആയിട്ട് ആ റോഡിന്റെ അവിടെ പോയി നിന്നിട്ട് സംസാരിക്കാൻ നിസാറിനായിട്ട് ഞാൻ ആർക്കും കൂട്ടുന്നില്ല. എന്റെ നിർബന്ധത്തിനാ. എന്റെ എന്ത് നിർബന്ധത്തിന് ഇപ്പൊ ഇതിന് കൂട്ടിക്കണതോ? ഞാൻ ഇത്ര പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു വാക്ക് ഓളോട് എതിർത്ത് പറഞ്ഞ അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് എന്ത് ചെയ്തു? നാട്ടുകാർക്ക് മൊത്തം അറിയാം പണ്ടത്തങ്ങളുടെ കഥ. അത് വീണ്ടും ഈ ഭർത്താവിനായിട്ട് തെറ്റി വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം അല്ലെ? തെറ്റി വന്നിട്ട് നാട്ടിലേക്ക് വരാൻ പാടില്ല, വീട്ടിലേക്ക് വരാൻ പാടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വന്ന് നിന്ന് ഒക്കെ കാര്യങ്ങളൊക്കെ ശരി തന്നെ. ഈ കണ്ണി കണ്ടവനായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് ഇതന്നെ കുഴപ്പം. ഞാൻ കൂടുതൽ വർത്താനം പറയണില്ല. ഇതെവിടെ എത്തും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് എത്തേണ്ടോടത്ത് എത്തും, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഒരു വരവുണ്ട് വരും, അന്ന് എനിക്ക് ഞാൻ തരണ്ട് രണ്ടിലും തരണ്ട് ഞാൻ. അതെ, ഈ എന്ത് തരുന്ന ഈ പറഞ്ഞത്? അത് അപ്പൊ തീരുമാനിച്ചോളാം. ഈ എന്നെ കെട്ടിപ്പിച്ച് പറഞ്ഞത് അവന്റെ കൂടെ അതിന്റെ കടമയായിരുന്നു, അതുകൊണ്ടല്ലേ ചെയ്തത്. അതിന്റെ കടമ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാം. ശരി, തല തോന്നിയ പോലെ അവിടെ മാനക്കെടുണ്ടാക്കുന്ന പോലെ ജീവിച്ചാൽ പോരെ? എനിക്ക് മാനക്കെടുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് മാനക്കെടുണ്ട്. ഇത് മാനക്കെടന്നല്ലേ? തൂങ്ങി ചത്തോളാം, മതിയോ? അതാണ് ഇതിലും നല്ലത്. എത്രയും പെട്ടെന്ന് ചെയ്തോ. കുറിച്ചില്ലല്ലോ കണ്ടു, അതോടുകൂടി കഴിഞ്ഞോളോ. എന്ത് പറഞ്ഞാലും എന്റെ ഭാര്യനെ പോയി നന്നാക്കാൻ നോക്ക്. ഇവിടെ ആൾക്കാരുണ്ട്, നാലോടത്തും ഇതൊക്കെ ആൾക്കാർ കേൾക്കണ്ട. എന്റെ ഭാര്യക്കാണ് ഇപ്പൊ കുഴപ്പല്ലേ? ഓളെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓളെ കാര്യങ്ങൾ നോക്കണ്ട. ഓളെ ഓടി തന്നാ പോലെ ഇപ്പൊ എന്റെ ഭാര്യ മോശമാണെന്ന്. ഓളെ കാര്യം നന്നാക്കാൻ നോക്കണ്ട. ഞാൻ നന്നാക്കും. ഈ കൂടുതൽ വർത്താനം പറയാൻ കണ്ട എന്റെ ഒപ്പം പറഞ്ഞ കേട്ടില്ലേ? എന്റെ ഒപ്പം മരിക്കോളാം, ഞാൻ എന്റെ പട സംരക്ഷണയിൽ ജീവിച്ചോളാം. ഉപ്പണക്ക് എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ അനക്ക് ശത്രു ആവോടി. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ ഇഷ്ടത്തിനൊന്നും നിന്ന് വരില്ലല്ലോ. അതാണ് കുഴപ്പം. ഇപ്പൊ എന്റെ ഭാര്യ മോശക്കാരി, ഞാൻ മോശക്കാരൻ അല്ലേ? ആയിക്കോട്ടെ, ഇവിടെ വാഴ് എങ്ങാനും ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്നൊരു വരവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വരവ് വരും. ഞാൻ അപ്പൊ ശരിയാക്കിയാറുണ്ട്, രണ്ടാൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിന് മാത്രം എന്താ ഞാൻ ചെയ്തു? ഓനൊന്ന് കണ്ടപ്പോ വർത്താനം പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഓന്റെ ഭാര്യ പോയി നന്നായിക്കോട്ടെ ആദ്യം, അതാ നല്ലത്. ജീവിക്കാനും സമ്മതിക്കും.